നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. സിറിയയിൽ നടക്കുന്ന വ്യോമാക്രമണത്തിന് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൻ റൂഹാനി. ഭീകരതയെ ചെറുക്കാൻ ഭീകരരെ ഉപയോഗിച്ചത് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും റൂഹാനി. കുർദ് ഐസിസ് പോരാട്ടം രൂക്ഷം. തുർക്കിയിലേക്ക് കൂട്ടപ്പലായനം. യമനിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഇടപെടലെന്ന് യമൻ പ്രസിഡന്റ്. സന വിമതരുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ. അനിശ്ചിതാവസ്ഥ തുടരുന്നു. ഖുദ്സിൽ ഫലസ്തീൻ സ്ത്രീകൾക്കും ഇസ്രായേൽ സൈന്യത്തിന്റെ വിലക്ക്. വെസ്റ്റ് ബാങ്കിലെ ബദവികളെ കുടിയിറക്കാൻ ഇസ്രായേൽ പദ്ധതി. അമേരിക്കയ്ക്കും യുഎന്നിനും എതിർപ്പ്. കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് പരാതി നൽകാൻ യുഎഇയിൽ പുതിയ സംവിധാനം തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാനെന്ന് യുഎഇ തൊഴിൽ മന്ത്രാലയം. എയർ കേരളയ്ക്ക് തടസ്സമായ നിയമങ്ങൾ നീക്കം ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി. നാട്ടിലെ ജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ കേരളത്തിൽ തന്നെ അവസരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എയർ കേരളയ്ക്ക് തടസ്സമായ കേന്ദ്ര സർക്കാരിന്റെ നിയമവ്യവസ്ഥ എടുത്തുമാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ കേരളത്തിൽ തന്നെ അവസരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി ദുബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ കേരളം പ്രഖ്യാപിച്ച എയർ കേരള പദ്ധതിക്ക് 5 വർഷം ആഭ്യന്തര വിമാന സർവീസ് നടത്തണമെന്ന കേന്ദ്രത്തിന്റെ നിയമമാണ് ഏക തടസ്സം. ഇതിൽ മാറ്റം വരുത്താൻ നിരന്തരമായി കേന്ദ്രത്തിനോട് സമ്മർദ്ദം ചെലുത്തി വരികയാണെന്നും വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ എയർ കേരള യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ആ രണ്ടളവിന്റെ കാര്യത്തെ മുട്ടി നിൽക്കുകയാണ്. 5 കൊല്ലം ഡൊമസ്റ്റിക് സർവീസ് നടത്തിയവർക്ക് ഇന്റർനാഷണൽ സർവീസിന് അനുമതി നൽകത്തുള്ളൂ എന്നും 20 എയർക്രാഫ്റ്റ് ഉള്ള കമ്പനിക്ക് അനുവാദം കൊടുക്കത്തുള്ളൂ എന്നുമുള്ള 2 വ്യവസ്ഥയുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഈ വ്യവസ്ഥ പാലിച്ചില്ല. അതെന്താ പാലിക്കാതിരുന്നത്? എയർ ഇന്ത്യയുടെ ഒരു സബ്സിഡറി ആണ് എന്നതിൻ്റെ പേര്. അപ്പം നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിനോട് ചോദിച്ചത് അങ്ങനെ കൊടുത്ത ആ ഇളവ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് കിട്ടണം. എയർ ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ട് അതിൻ്റെ സബ്സിഡറി ആയതുകൊണ്ട് അനുവദിച്ചു. ഓക്കെ, ഞങ്ങളതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ആ ആനുകൂല്യം ഒരു സ്റ്റേറ്റിലൂടെ തരണം. കേരളത്തിലെ യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം കേരളത്തിൽ തന്നെയുണ്ട്. ജോലി സാധ്യത വർദ്ധിപ്പിച്ചും പുതിയ സംരംഭങ്ങൾക്ക് അനുമതി നൽകിയും ഈ രംഗത്ത് കാര്യമായ നടപടി സർക്കാർ കൈക്കൊള്ളും. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ നിരവധി അവസരമാണുള്ളതെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ദുബൈയിൽ പറഞ്ഞു. ചെറുപ്പക്കാരുടെ മനോഭാവത്തിൽ വലിയൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് കൃഷിരംഗത്തേക്ക് പോലും, ഈ കാർഷിക രംഗത്തിൽ നിന്ന് എല്ലാവരും ഇട്ടേച്ചോടുക. പക്ഷേ ഇപ്പം ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ പോലും താല്പര്യം കാട്ടുന്ന ഒന്ന് വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടും. സ്മാർട്ട് സിറ്റി സമയബന്ധിതമായി 1ാം ഘട്ട പദ്ധതിയുടെ പൂർത്തീകരണം അടുത്ത മാസം തന്നെ നടക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മീഡിയ 1 ദുബായ്. എയർ കേരളയ്ക്ക് വേണ്ടി നിയമവ്യവസ്ഥകളിൽ ഇളവ് വരുത്താൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് ലഭിച്ച നിയമവ്യവസ്ഥയിലെ ഇളവ് ഒരു സംസ്ഥാന സർക്കാരിന് ലഭിക്കാൻ അർഹതയുണ്ട് എന്നാണ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഈ വാർത്തയോട് പ്രതികരിക്കാൻ അജി കുര്യാക്കോസ്, നിയമവിദഗ്ധൻ, ദുബൈയിൽ നിന്ന് ചേരുന്നു. അജി കുര്യാക്കോസ്, എത്രമാത്രം വിജയകരമാവും സംസ്ഥാന സർക്കാരിന്റെ നീക്കം എയർ കേരളയുടെ കാര്യത്തിൽ? തീർച്ചയായും എയർ കേരളനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ് എന്തായിരുന്നാലും അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു നല്ലൊരു സന്ദേശത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും അത് വൻ വിജയമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം വളരെ കാലങ്ങളായിട്ട് ഇവിടുത്തെ പ്രവാസി സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു എയർ കേരള എന്നുള്ളത്. അപ്പോൾ അത് നല്ലൊരു വിജയമായിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് സാധ്യമാവാത്ത ഒന്ന് NDA സർക്കാരിന്റെ കാലത്ത് അത് BJP ഭരിക്കുമ്പോൾ സാധിക്കുമെന്ന് കരുതാമോ? തീർച്ചയായും അത് കാരണം സർക്കാരിനെ സംബന്ധിച്ചുള്ള സർക്കാരുകൾ മാറി വരുന്നു എന്നുള്ളതല്ല വിഷയം. കാരണം ഇവിടെ ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. അത്തരം ജനങ്ങളുടെ ആവശ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം ഇതിനുവേണ്ടി ശക്തമായ മുറവിളി കേരള ജനതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
അത് കേൾക്കാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും സാധിക്കില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എയർ കേരള എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയാം, ഈ പെരുന്നാളുകളും അതുപോലെ തന്നെ അവധികളും വരുന്ന സമയത്ത് ഓരോ കേരളീയനും അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എയർ കേരള എന്നുള്ളത് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്നുള്ളതാണ് നമ്മളെല്ലാം പ്രവാസികളായ നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് രാജീവ് കുര്യാക്കോസ്, അങ്ങനെയാണെങ്കിൽ ഇത് ഒരു നിയമവ്യവസ്ഥയിലെ ഇളവിന് വേണ്ടി കാത്തിരുന്ന് കാലം കഴിക്കുന്നതിന് പകരം 5 വർഷമെങ്കിൽ 5 വർഷം ഒരു ആഭ്യന്തര സർവീസ് ആരംഭിച്ചിട്ട് വിദേശ സർവീസിന് വേണ്ടി അനുമതിക്ക് അഭ്യർത്ഥിച്ചിരുന്നെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാണെങ്കിലും ഇക്കാര്യം നടക്കുമായിരുന്നില്ലേ? മറ്റൊരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കേണ്ടത്, 5 വർഷത്തെ കാലാവധി കാത്തിരിക്കുന്നു, അതല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലേക്ക് മാറ്റം വരുത്തണമെന്നുള്ളത് കാത്തിരിക്കുന്നതിന് ഉപരിയായിട്ട് നിയമം അനുശാസിച്ചുകൊണ്ട് തന്നെ, നിയമത്തിന് വിധേയമായിക്കൊണ്ട് തന്നെ, നിയമത്തിൽ പല പഴുതുകളും ഇതിനു മുമ്പ് പല എയർലൈൻസുകളും നൽകിയിട്ടുണ്ട്. അതിന് വിധേയമായിക്കൊണ്ട് തന്നെ നമുക്കും ഈ അനുമതി ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. കാരണം പല എയർലൈൻസുകളും ഈ നിയമവ്യവസ്ഥയുടെ പഴുതുകൾ മുതലെടുത്തുകൊണ്ട് ഇന്റർനാഷണൽ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം എയർ കേരളയെ സംബന്ധിച്ച് ഇതൊരു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ആയതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ കാത്തിരുന്നില്ല എന്നുള്ളതല്ല വിഷയം. ഇത് കിട്ടും, അത് എന്തായാലും നടപ്പിലാവും എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ശുഭാപ്തി വിശ്വാസം. നമ്മളെല്ലാവരും ശുഭാപ്തി വിശ്വാസക്കാരാണ്, നടക്കുമെന്നുള്ളതാണ് വിശ്വാസം. റൈറ്റ്, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് രാജീവ് കുര്യാക്കോസ് ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. മറ്റൊരു വാർത്തയിലേക്ക്. UN-ന്റെ അനുമതിയില്ലാതെയോ സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ അഭ്യർത്ഥനയില്ലാതെയോ സിറിയയിൽ നടത്തുന്ന ഏത് വ്യോമാക്രമണവും ന്യായീകരിക്കാനാവില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൻ റൂഹാനി. UN പൊതുസഭയിൽ പങ്കെടുക്കാനെത്തിയ റൂഹാനി മാധ്യമപ്രവർത്തക ചാർലി റോസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഐസിസിന്റെ പ്രവർത്തനം രാക്ഷസീയവും കാടത്തവുമാണെന്ന് റൂഹാനി ചൂണ്ടിക്കാട്ടി. പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ചട്ടക്കൂടിലല്ലാതെ നടത്തുന്ന ആക്രമണങ്ങൾ അപലപനീയമാണെന്നും റൂഹാനി പറഞ്ഞു. The way to combat terrorism, sir, is not for us to give birth to another terrorist group in order to stand up against an existing terrorist group. These are the series of mistakes that have composed the rings of the chain that have taken us from where we were to where we are today. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണുമായി റൂഹാനി കൂടിക്കാഴ്ച നടത്തി. ഇറാന്റെ ആണവ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് കാമറൺ ആവശ്യപ്പെട്ടു. ഇറാൻ വിപ്ലവത്തിന് ശേഷം ആദ്യമായാണ് ഇരു രാഷ്ട്രത്തലവന്മാർ കൂടിക്കാഴ്ച നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് റൂഹാനി പറഞ്ഞു. ഈ ആഴ്ച ലോകശക്തി രാജ്യങ്ങളും ഇറാനുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കും. എന്നാൽ ഭാവി ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ ഒരു കരാറിലെത്താൻ സാധ്യത കുറവാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ നിന്ന് കൂടുതൽ പേർ തുർക്കിയിലേക്ക് പലായനം ചെയ്യുകയാണ്. സിറിയയിലെ കുർദുകൾ കൂടി ഐസിസിനെതിരെ യുദ്ധം തുടങ്ങിയതോടെ എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നവരുടെ എണ്ണം ദിനേന വർദ്ധിച്ചു വരുന്നു. വടക്കൻ സിറിയയുടെ നിയന്ത്രണത്തിനായി ISIS-ഉം കുർദ് സൈന്യവും പോരാട്ടം തുടരുകയാണ്. തുർക്കി സിറിയ അതിർത്തി നഗരമായ കൊബാനിയിലാണ് പോരാട്ടം രൂക്ഷമായിരിക്കുന്നത്. കൊബാനിൽ നിന്ന് മാത്രം 1 ലക്ഷത്തോളം കുർദുകളാണ് തുർക്കിയിലേക്ക് പലായനം ചെയ്തത്. In order to be able to support the Turkish authorities to well receive and assist the Syrian refugees, from our perspective it's important that we are prepared for any type of influxes. We weren't expecting this to happen from Kobani area. It's a moving theater on the other side. Anything can happen. Dynamics are so changing, in every hour maybe. Who knows? ISIS കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ നേതൃത്വം നൽകുന്ന സഖ്യകക്ഷികൾ തെക്കൻ സിറിയയിൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. സിറിയയിൽ ആക്രമണം ശക്തമാക്കുമെന്ന് പെന്റഗൺ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കിയത്. തുർക്കിയുടെ ഭാഗത്തു നിന്നാണ് ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഏതു രാജ്യമാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ലെന്ന് സിറിയൻ മനുഷ്യാവകാശ സംഘടനയുടെ വക്താവ് റാമി അബ്ദുറഹ്മാൻ പറഞ്ഞു. അതേസമയം ISIS-നെതിരായ സൈനിക നീക്കത്തിൽ തങ്ങൾ പങ്കാളികളായിട്ടില്ലെന്ന് തുർക്കി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഐസിസിനെതിരെ നടക്കുന്ന വ്യോമാക്രമണത്തിൽ സൗദി രാജകുമാരനും കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ മകൻ ഖാലിദ് ബിൻ സൽമാനാണ് സൗദി സൈന്യത്തോടൊപ്പം വ്യോമാക്രമണത്തിൽ പങ്കെടുക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇതര സഖ്യരാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സിറിയയിലെ IS താവളങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് സൗദി കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ മകൻ അമീർ ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് പങ്കെടുത്തത്. സൗദി റോയൽ എയർഫോഴ്സിലെ വൈമാനികനാണ് അമീർ ഖാലിദ്. രാഷ്ട്ര സുരക്ഷയ്ക്കും തീവ്രവാദത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ തന്റെ പങ്കാളിത്തം എന്ന നിലക്കാണ് കിരീടാവകാശിയുടെ മകൻ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയായത്. രാജകുമാരന്റെ ധീരമായ നടപടിയെ നിരവധി പേർ സോഷ്യൽ മീഡിയകളിലൂടെ അഭിനന്ദിച്ചു. 2 വിമാനങ്ങളിലായി 8 വൈമാനികരാണ് സൗദിയിൽ നിന്നും കഴിഞ്ഞ ദിവസം IS ആക്രമണത്തിൽ പങ്കുചേർന്നത്. ഇവരുടെ ചിത്രങ്ങൾ സൗദി വാർത്താ ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഇതോടെ ഓൺലൈൻ വഴി വൈമാനികർക്ക് IS-ൽ നിന്നും വധഭീഷണി ഉയർന്നിരിക്കുകയാണ്. ട്വിറ്റർ വഴിയും മറ്റും വരുന്ന ഭീഷണികളിൽ ഭൂരിപക്ഷവും ഉന്നം വെക്കുന്നത് കിരീടാവകാശിയുടെ മകനെയാണ്.
അതേസമയം മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യുന്നതിൽ സൗദി ഭരണകൂടം പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നത് കൂടിയായി രാജകുമാരന്റെ സാന്നിധ്യം. സൗദി നടത്തിയ വ്യോമാക്രമണത്തിൽ സൈനികർ അവരുടെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചതായി അമീർ സൽമാൻ ബിൻ അബ്ദുലസീസ് പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ നീക്കങ്ങളെയും ചെറുക്കാൻ രാജ്യത്തെ സൈന്യം സുസജ്ജമാണെന്ന് നാഷണൽ ഗാർഡിന്റെ ചുമതലയുള്ള അമീർ മിത്അബ് ബിൻ അബ്ദുള്ളയും വ്യക്തമാക്കി. മീഡിയ 1 റിയാദ്. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾ മാനിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി പറഞ്ഞു. യുഎനിൽ നടക്കുന്ന പൊതുസഭയുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അമീർ. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം ലോകരാഷ്ട്രങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി UN പൊതുസഭയിൽ പ്രസംഗം ആരംഭിച്ചത്. ഒരു മതവും ദർശനവും ഭീകരതയെ അംഗീകരിക്കുന്നില്ല. ലോകത്ത് ഏത് ഭാഗത്താണെങ്കിലും ഭീകരതയുടെ ഇരകളാകുന്നത് നിരപരാധികളായ സാധാരണക്കാരാണ്. അതുകൊണ്ട് സാധാരണക്കാരുടെ പിന്തുണയോടുകൂടി തന്നെ ഭീകരതയ്ക്കെതിരായ പോരാട്ടം വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാഖിലെയും സിറിയയിലെയും ജനങ്ങൾ ഇന്ന് ഭീകരവാദത്തിന്റെ ഇരകളാണ്. അതിനാൽ ഈ ജനതകളോടൊപ്പം നിൽക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇസ്രയേലിന്റെ നടപടിയെ അദ്ദേഹം വിമർശിച്ചു. UN തീരുമാനങ്ങൾ പാലിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗസയ്ക്കുമേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞ അമീർ ഗസൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് അഭിവാദ്യം അർപ്പിച്ചു. അധികാരദണ്ഡുകൊണ്ട് ജനകീയ പ്രതിരോധത്തെ തകർക്കാനാവില്ലെന്ന പാഠമാണ് ഗസൻ ജനത ഇസ്രയേലിനെ പഠിപ്പിച്ചതെന്നും ഖത്തർ അമീർ UN പൊതുസഭയിൽ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം UN സെക്യൂരിറ്റി കൗൺസിൽ ചർച്ചയിലും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി പങ്കെടുത്തു. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. സിറിയയിലും ഇറാഖിലും അമേരിക്കയുടെ കൂടെ IS കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുന്നതിനെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ന്യായീകരിക്കുന്നു. പൊതുവെല്ലുവിളിയെ നേരിടുന്നതിന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്നും ഇതിൽ അപാകതയില്ലെന്നുമാണ് ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന വിശദീകരണം. സിറിയയിൽ അമേരിക്കയോട് ചേർന്ന് IS കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം തുടരുന്നത് കൃത്യമായ ആലോചനയോടുകൂടിയാണെന്ന് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾ. അറബ് രാജ്യങ്ങളായ ഇറാഖിലും സിറിയയിലും കൂടുതൽ ദുരിതങ്ങൾ വിതയ്ക്കാൻ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ആക്രമണം സഹായിക്കൂ എന്ന വാദത്തെ ഈ രാജ്യങ്ങൾ വിമർശിച്ചു. തീവ്രവാദം എന്ന വലിയ വിപത്തിനെ തുടച്ചു നീക്കാൻ കൈക്കൊണ്ട സ്വാഭാവിക തീരുമാനം മാത്രമാണിതെന്ന് CNN ചാനലിന് നൽകിയ അഭിമുഖത്തിൽ UAE വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. But I think taking action is better than not taking action or delaying action. So I think vigilance is expected of all of us, but I think we're doing all the right thing in order to thwart this challenge once and for all. IS എന്ന വെല്ലുവിളിയെ ചെറുക്കാൻ രൂപം കൊണ്ടതാണ് പുതിയ സഖ്യം. ലക്ഷ്യം പൂർത്തീകരിക്കും വരെ ആക്രമണ നടപടി തുടരുമെന്നും അദ്ദേഹം സൂചന നൽകി. കൂട്ടായി തന്നെയാണ് പൊതുവെല്ലുവിളിയെ നേരിടേണ്ടതെന്നും സിറിയയിൽ കൂടുതൽ ആക്രമണങ്ങൾ ആവശ്യമായിരിക്കുമെന്നുമാണ് ഗൾഫ് രാജ്യങ്ങൾ നൽകിവരുന്ന സൂചന. സാധ്യമായ എല്ലാ മേഖലകളിലും സഹകരണം ഊട്ടിയുറപ്പിച്ചുകൊണ്ടായിരിക്കും IS വിരുദ്ധ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോവുകയെന്നും ഈ രാജ്യങ്ങൾ വിശദീകരിക്കുന്നു. സൈനിക താവളങ്ങൾ വിട്ടുകൊടുക്കുന്നതിനു പുറമെ ആക്രമണത്തിൽ ഗൾഫ് പോർവിമാനങ്ങൾ സജീവ പങ്കാളിത്തം വഹിക്കുന്നതും ഇതാദ്യമാണ്. മേഖലയുടെ പൊതുസുരക്ഷയ്ക്ക് IS ഉയർത്തുന്ന ഭീഷണിയാണ് കടുത്ത നടപടികൾക്ക് തങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്നും ഗൾഫ് രാജ്യങ്ങൾ വിശദീകരിക്കുന്നു. MCA നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്.